ഹലോ. അങ്ങനെ പാല് കാച്ചൽ കഴിഞ്ഞു. ഞാനൊരു കോലായി. സാരിയൊക്കെ ഉടുത്ത് അല്ലെങ്കിലും ഇങ്ങനെയുള്ള പരിപാടികൾ അവതരിപ്പിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. സാരിയൊക്കെ ഉടുത്തു കഴിഞ്ഞാൽ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ഒതുങ്ങിപ്പോയി നിന്ന് ഭയങ്കര അങ്ങനെയൊക്കെ പറ്റും. അല്ലാതെ ഇങ്ങനെ ഓടി നടന്ന് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് സാരി ഒന്നും അത്ര കംഫർട്ടബിളായിട്ട് എനിക്ക് തോന്നുന്നില്ല. എങ്ങനെ നാട്ടിലെ ഈ ആൾക്കാരെല്ലാവരും, എൻ്റെ അമ്മ സഹിതം കേട്ടോ, എല്ലാവരും നമ്മുടെ ഒരു ഏരിയയിൽ നമുക്ക് എല്ലാവരും സാരിയല്ലേ ഉടുക്കൽ. എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. എന്തായാലും കാര്യത്തിലോട്ട് കിടക്കാം. അപ്പോൾ ഉച്ചക്കലത്തെ ഫുഡൊക്കെ കഴിഞ്ഞു. ഇന്ന് നമുക്ക് ഫസ്റ്റ് ഡേ തന്നെ ആദ്യം വീട്ടിലെ എന്ത് കാര്യം നിങ്ങളെ കാണിക്കേണ്ടതെന്ന് കരുതിയിരിക്കുമായിരുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് നമ്മുടെ കാർപ്പറ്റ് ക്ലീനിങ് ഡേ ആണേ. രാവിലെ നമുക്ക് രാവിലെ അല്ല, ഇന്നലെ വൈകുന്നേരം നമ്മൾ വന്ന് ഇവിടെ ഫുൾ ഹൗസ് ക്ലീനിങ് ഉണ്ടായിരുന്നു. 2 ക്ലീനേഴ്സ് വന്നിട്ട് ലേഡീസ് വന്ന് അവർ ഫുള്ള് നമുക്ക് വീടെല്ലാം സാനിറ്റൈസ് ചെയ്ത് മോപ്പ് ചെയ്തെല്ലാം ചെയ്തൊക്കെ തന്നു. അതിനുശേഷം കാർപ്പറ്റ് ക്ലീനിങ്ങിൻ്റെ ആൾ വന്നു കേട്ടോ. ഇത് നമ്മുടെ ഗരാജാണ്. ഇതാണ് ഇപ്പോഴത്തെ ഗരാജിൻ്റെ കോലം. കാരണം നമ്മളെല്ലാം കൊണ്ടുവന്ന് ഇറക്കി വെച്ചിട്ടല്ല ഉള്ളൂ. ഇനി ഇതൊക്കെ ഓരോന്നോരോന്നായിട്ട് അതിൻ്റേതായ സ്ഥലങ്ങളിൽ കൊണ്ടുപോയി വെക്കണം. അപ്പോൾ പറഞ്ഞ പോലെ ആൾ വന്നു. അപ്പോൾ ഞാൻ പെർമിഷനൊക്കെ ചോദിച്ചു വീഡിയോ എടുത്തോട്ടെ എന്ന്. അപ്പോൾ ആൾ ഓക്കെയൊക്കെ പറഞ്ഞു. അങ്ങനെ പുള്ളി ഷൂ കവറൊക്കെ ഇട്ട് അകത്തോട്ട് കയറി. ഇനിയിപ്പം ഞാനും ഈ കാർപ്പറ്റ് ക്ലീനിങ് ഒക്കെ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. നമുക്ക് നോക്കാം പുള്ളി എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന്. അപ്പോൾ പ്രഷേട്ടന് ഇന്ന് ജോലിയുള്ള ദിവസമായിരുന്നു. അപ്പോൾ ആൻറ്റി അങ്കിളും പിന്നെ ഇന്നിവിടെ ഞങ്ങളുടെ കൂടെ സ്റ്റേ ചെയ്യുന്നത്. പാല് കാച്ചി കയറി കഴിഞ്ഞാൽ അന്ന് അവിടെ താമസിക്കണം എന്നൊക്കെയുള്ള കള്ളത്തരമൊക്കെ പറഞ്ഞ് ഞാൻ അവരെ ഇവിടെ പിടിച്ച് നിർത്തി. അപ്പോൾ അല്ല, ശരിക്കും വീട്ടിലുള്ളവർ പോകാൻ പാടില്ല എന്ന് പറയും. അപ്പോൾ ഞാൻ പിന്നെ ഇന്നിവിടെ ഒറ്റയ്ക്കല്ല ഉള്ളത് കാരണം അവരും കൂടെ എൻ്റെ കൂടെ കൂട്ടിന് നിന്നു. അപ്പോൾ ഇനി നമ്മുടെ ഈ സ്റ്റെപ്പും പിന്നെ മുകളിലോട്ടുള്ള എല്ലാ സ്റ്റെയർസിൻ്റെ മൊത്തം ഇങ്ങനെ കാർപ്പറ്റ് തന്നെയാണ് ചെയ്തേക്കുന്നത്. പിന്നെ ബെഡ്റൂമിൻ്റെ ആ ഒരു ഫ്ലോർ മുഴുവനും കണ്ടില്ലേ, ഇത് മോൻ്റെ ബെഡ്റൂമാണ്. അപ്പോൾ ഈ 3 ബെഡ്റൂമുകളും കാർപ്പറ്റ്. അപ്പോൾ അതൊക്കെയാണ് ഇന്ന് വാഷ് ചെയ്യാൻ പോകുന്നത്. ഇതിനെക്കുറിച്ച് ഭയങ്കര കാര്യമായിട്ട് പറയാൻ എനിക്കറിയില്ല. അതുകൊണ്ട് എന്തൊക്കെയാണ് ചെയ്യുന്നത് നമുക്കൊന്ന് കണ്ടാലോ. പിന്നെ ഇന്ന് നമുക്ക് വേറെ കുറച്ച് പരിപാടികളും കൂടെ ഉണ്ട്. കാരണം ഇവിടുത്തെ വൈഫൈ നമ്മൾ സെറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ അത് അങ്കിളെല്ലാം ഫിക്സ് ചെയ്യാമെന്ന് പറഞ്ഞു. എനിക്കും ആൻറ്റിക്കൊക്കെ നല്ല ഉറക്കം വരുന്നുണ്ട്, നല്ല ഉറക്കക്ഷീണം. അപ്പോൾ ഇനിയിപ്പോൾ പതുക്കെ ആൻറ്റീനോട് പറയുന്നുണ്ട് ഇപ്പോൾ സാരിയൊക്കെ മാറ്റി ഓർണമെൻറ്റ്സ് ഒക്കെ അഴിച്ചു വയ്ക്കുക. കാരണം ഇനിയിപ്പം ഒന്നും വേറെ പരിപാടികളൊന്നും ഇല്ലല്ലോ. അപ്പോൾ എനിക്ക് മടിയായിട്ട് ഇങ്ങനെ ഇതൊക്കെ കണ്ടുകൊണ്ട് ഇവിടെ ഇരിക്കുക. വയ്യ, ഇനി ഇതൊക്കെ പോയി മാറ്റിയിടണമെങ്കിൽ അതിനെക്കാട്ടിലും ഭയങ്കര മടി. അപ്പോൾ അങ്ങനെ ഞാൻ അങ്കിൾ ഇവിടെ വൈഫൈയുടെ ഒക്കെ സെറ്റ് ചെയ്യുന്നതൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. ആ സമയത്ത് പുള്ളി അവിടെ ഈ സാധനം ഒക്കെ വലിച്ച് നമ്മുടെ ഭിത്തിയൊക്കെ അഴുക്കാതിരിക്കാൻ അതൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഇനിയിപ്പം ഞാൻ വിചാരിച്ചു എനിക്ക് പോയി ഡ്രസ്സൊക്കെ മാറിയിട്ട് വന്നപ്പോൾ അതൊക്കെ ഇവിടെ കാണാം. നമുക്ക് ബെഡും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഈ ഹോളിലും കാണാം ബ്ലാങ്കറ്റ്സും ബെഡ്ഷീറ്റ്സും ഒക്കെ കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ട്. ഈ ഒരു ഏരിയ ഞാൻ അതിന് വേണ്ടി സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടോട്ട് നമുക്ക് ബാക്കി കുറച്ച് ബ്ലാങ്കറ്റുകളൊക്കെ ഒന്ന് വിരിച്ച് മെത്ത പോലെ ആക്കിയിട്ട് തൽക്കാലം ഇന്ന് അവിടെ വേണം കിടക്കാൻ. അപ്പോൾ അതിന് വേണ്ടി ഞാനൊന്ന് അങ്ങോട്ട് പോകാം. ആ സമയം കണ്ട് ഇവിടുത്തെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം. അങ്ങനെ ക്ലീനിങ് ഒക്കെ ഒരുവിധം കഴിയാറായി. വൈഫൈ ഒക്കെ കൊണ്ടുവന്ന് അങ്കിളെല്ലാം സെറ്റ് ചെയ്തു. ഞാനും ആൻറ്റി ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് പതുക്കെ എണീറ്റു. ഇനി നല്ലൊരു കോഫിയൊക്കെ കുടിക്കണം. അപ്പോൾ അത്രയുള്ള വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.